സ്വർഗത്തിൽ ഉന്നതമായ പദവി അല്ല, ഏറ്റവും മുകളിലത്തെ തട്ട് കൊടുക്കുന്ന ആർക്കാ? സക്കാത്ത് കൊടുത്തവനല്ല, ഹജ്ജിന് മക്കത്ത് പോയവനല്ല, പാവങ്ങളെ സഹായിച്ചവനല്ല. സ്വർഗത്തിന്റെ മുകളിലത്തെ തട്ടല്ല കൊടുക്കുന്ന, ഏറ്റവും മുകളിലെ തട്ട് കൊടുക്കുന്ന ആർക്കാ? കാണുമ്പോ ഒന്ന് ചിരിക്കുന്നവൻ, എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കളയി പോട്ടെ എന്ന് പറയുന്നവൻ, സൽസ്വഭാവിക്കല്ല കൊടുക്കുകയാണ്. നമ്മളെ കൊണ്ട് കഴിയൂലേ? കാണുമ്പോ ചിരിക്കാത്തത് കൊണ്ട് അള്ളാഹു മാസ്ക് ഇറക്കിയത്. കോവിഡിന് മുമ്പ് കാണുമ്പോൾ ചിരിക്കൂല, ഇത് മറ്റൊരാണ്, മറ്റേ പാർട്ടിയാണ് എന്നും പറഞ്ഞ് ചിരിക്കാതെ നടന്നു. ഇപ്പൊ ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചിരിക്കുകയാണോ കരയാണോ എന്ന് അറിയില്ല അപ്പുറത്തിരിക്കുന്നവന്. കാരണം അള്ളാഹു താല മാസ്ക് വെച്ച്, ആവരണം വെച്ച് അള്ളാഹു മൂടിക്കളഞ്ഞു അല്ലേ? അടുത്ത് നിൽക്കി ഉസ്താദന്മാര് പള്ളിയിൽ സഫ് കെട്ടുമ്പോ എന്താ പറയുന്നത്? അടുത്തടുത്ത് നിൽക്ക് എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇമാമികൾ എന്താ പറഞ്ഞത്? ഒരടി മാറി നിൽക്കണം, പരസ്പരം ചേർന്ന് നിൽക്കരുത്. പറഞ്ഞപ്പോ അപ്പുറത്ത് നിൽക്കുന്നവന്റെ പാർട്ടിയുടെ, അവന്റെ സംഘടനയുടെ, കൊടിയുടെ, രാഷ്ട്രീയത്തിന്റെ ഒക്കെ അവസ്ഥകൾ നോക്കിയിട്ട് നമ്മൾ അകലം പാലിച്ചു. അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെ നിന്നു, അല്പം കൂടെ അകന്നോളാന്ന് പറഞ്ഞു. കാണുമ്പോ തൊടാൻ മടിയായിരുന്നു. ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഹാരിസ് ഉസ്താദിന്റെ കയ്യിലേക്ക് നമ്മൾ രണ്ടുപേരും 10 വിരലുകൾ ചേർത്ത് വെച്ച് 20 വിരലുകൾ ചേർത്ത് ഇങ്ങനെ ആത്മാർത്ഥമായി പിടിച്ചാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഇടയിലൊന്നും വെക്കണമെന്നൊന്നുമില്ല, അത് ബറക്കത്തിന് വേണ്ടി വേണമെങ്കിൽ ഇമാമിന് വെച്ചോടിക്കുക. അതല്ല, 10 വിരലുകൾ തമ്മിൽ 20 വിരലുകൾ ചേർന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ സംഭവിക്കുന്നത്, എന്റെയും ഹാരിസ് ബാക്കവി ഉസ്താദിന്റെയും ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങൾ വെള്ളത്തുള്ളി വീഴും പോലെ താഴേക്കങ്ങ് വീഴും. സുബ്ഹാനല്ലാഹ്. നമ്മളെന്താ പറഞ്ഞേ? തൊടാതെ മാറി നിന്നു. ഇപ്പോ ഉസ്താദന്മാരൊക്കെ കോട്ടിന്റെ ഈ പോക്കറ്റ് കയ്യും വെച്ചാൽ നടക്കുന്ന, ആർക്കും കൈ കൊടുക്കൂല. കാരണം എന്താണെന്നറിയോ? കോവിഡല്ലേ. ചെറുപ്പക്കാരൊക്കെ പാന്റിന്റെ പോക്കറ്റ് കൈയിടാൻ തുടങ്ങി. ആരോട് കൈ ചോദിച്ചാലും ഇങ്ങനെയാക്കുന്നത്, ആരും കൈ തരില്ല. എന്താണെന്നറിയോ? ഇവൻ എവിടെ പോയിട്ട് വന്നെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു അങ്ങനെ ആക്കി. ഇനി എപ്പോഴെങ്കിലും നമ്മള് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവന്റെ കൈ കയറി പിടിച്ചാൽ ഉടനെ അവൻ എന്ത് ചെയ്യും? ശരീരത്തൊന്നും തൊടില്ല, അവൻ ഇങ്ങനെ തന്നെ വെച്ചേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവനെ നിങ്ങൾ മാറി നിന്ന് വാച്ച് ചെയ്യണം. അവൻ നേരെ പോയിട്ട് ഒന്നുകിൽ സാനിറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ അവൻ കൈ കഴുകി കളയും. ആ അവസ്ഥയിലാക്കിയില്ലേ പടച്ചതമ്പുരാൻ? ആ അവസ്ഥയിലാക്കിയില്ലേ? എന്നിട്ട് നമ്മൾ പഠിച്ചോ? ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടായത് എപ്പോഴാണ്? ഈ കോവിഡിന് ശേഷം. ഏറ്റവും കൂടുതൽ മറ്റുള്ള സംഘടനകളും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടായത് എപ്പോഴാണ്? ഈ കോവിഡിന് ശേഷം അല്ലേ? നമ്മൾ പഠിച്ചില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഉറക്കെ പറയുന്നതിന്, ദീനിന്റെ കാര്യങ്ങൾ ഉറക്കെ ചെയ്യുന്നതിന് ആരുടെയും മുഖം നോക്കണ്ട, ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, ആരുടെയും അഭിനന്ദന പ്രവാഹങ്ങൾ നമുക്ക് വേണ്ട, ആരും നമ്മളെ ചേർത്ത് നിർത്തണ്ട, ആരും നമ്മളെ നല്ലവരാണെന്ന് പറയണ്ട. ആത്മാർത്ഥമായി നമ്മൾ മുസ്ലിമായി സൽസ്വഭാവിയായി ജീവിച്ചാൽ നമ്മളുടെ മുകളിൽ പരുന്ത് പറക്കുവോ? ഉലൈകഹും ഖൈറുൽ ബരിയ. അല്ലാഹു പറഞ്ഞത് നിങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ, ഏറ്റവും അംതുമുൽ അഅലവു, നിങ്ങളാണ് ഉന്നതർ. നിങ്ങളുടെ മുകളിൽ ലോകത്ത് വേറെ ആരുമില്ല. നമ്മുടെ ക്വാളിറ്റി അതാണ്. അള്ളാഹു നല്ല ക്വാളിറ്റിയുള്ള മുസ്ലിമീങ്ങളാക്കി, മുഅ്മിനീങ്ങളാക്കി നമ്മളെ മാറ്റട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോ 2 കൂട്ടം ആളുകൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നമ്മൾ അവരെന്ത് ചെയ്യുക? അവഗണിക്കുക. പക്ഷേ ചിന്തിക്ക്, വിശുദ്ധ ഖുർആനിന്റെ തർത്തീബ് നോക്ക്, ആയത്തിന്റെ ക്രമീകരണം നോക്ക്. എങ്കിലും ഉസ്താദെ, എത്ര അവഗണിച്ചാലും, ചില ചെറുപ്പക്കാർ പറയുന്നതാണ്, ഞാനും അക്കൂട്ടത്തിലുള്ള ഒരാളാണ്, ചിരിയൊക്കെ എന്താണ് ഈ എരിവും പുളിയൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളാണ് ഞാൻ, തുറന്നു പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ എത്രയൊക്കെ അവഗണിച്ചാലും, കളിയാക്കുന്നവർക്ക് അള്ള കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാലും, യവനൊക്കെ എതിരെ ഒരു വാക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്കുള്ള പരിഭവമാണത്. ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം ഉസ്താദ് ഇതൊക്കെ കേൾക്കുമ്പോ. എങ്ങനെ പ്രതികരിക്കാതിരിക്കുക? ഇത് അള്ള പറഞ്ഞില്ലേ? അള്ള എന്താ പറഞ്ഞത്? ഓ പ്രവാചകരേ, വലഖദ് നഅലമു അന്നക യളീഖു സദറക ബിമാ യഖൂലൂൻ, വലഖദ് നഅലമു അന്നക യളീഖു സദറക ബിമാ യഖൂലൂൻ.
അവർ അല്ലാഹുവിനെ ആക്ഷേപിക്കുമ്പോ, പുണ്യപ്രവാചകനെ ആക്ഷേപിക്കുമ്പോ ഇന്ന് വന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ സഹോദരങ്ങള്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലും ആക്ഷേപിക്കുകയാ. ഒരു പെണ്ണെന്ന് പോലും പറയാൻ മടിക്കുന്ന, ഒരു പെണ്ണാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന, ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു ജന്മമായ ഒരു മുസ്ലിം പെണ്ണിന്റെ പേരുള്ള, ഞാൻ പേര് പറയുന്നില്ല, അത് പേടിച്ചിട്ടല്ല, ആ പേര് പറഞ്ഞിട്ട് എന്റെ വായ അശുദ്ധമാക്കണ്ട. ആ പേര് പറഞ്ഞിട്ട് സയ്യിദ് അഹ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഈ മജ്ലിസ് മോശമാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ പേര് ഞാൻ പറയാത്തതാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ആ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു പെണ്ണ. അവളാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ആക്ഷേപിച്ചു നടക്കുന്നത്. അവളാണ് ഇടയ്ക്ക് ജുമാ തുടങ്ങിയത്. അവളാണ് മദ്രസയിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിരുന്ന പെണ്ണ്. അത് പെണ്ണെന്ന പേരിനോട് പോലും കടപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരു നശിച്ച ജന്മമുണ്ടല്ലോ. ആ പെണ്ണാരയാ പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും പുണ്യ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ, നമ്മുടെ ഉമ്മമാരാണെന്ന് പരിചയപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ചൂടേറ്റ് വാങ്ങിയ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരെ പറ്റി പോലും വളരെ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഭദ്രകാളി ജന്മമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ കിട്ടുമ്പോൾ പ്രതികരിക്കാൻ നമ്മുടെ മനസ്സിൽ വെമ്പൽ കൊള്ളാറുണ്ട്. കാരണം നമ്മുടെ സ്വത്തബോധത്തെ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്, നമ്മുടെ ഹൃദയം നോവാറുണ്ട്. അതിന് വല്ലാത്ത നീറ്റലാണ്, വല്ലാത്ത വേദനയാണ്. ഇത് അല്ലാഹു തന്നെ പറയുകയാണ്, വലഖദ് നഅലമു, നബിയേ നമുക്കറിയാം, അന്നക യലീഖു സദറുക്, അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത പടപ്പുണ്ടെന്ന്, ബിമാ യഖൂലൂൻ, അവർ പറഞ്ഞതിനെ പറ്റി അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത സങ്കടമുണ്ടെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം പ്രവാചകരെ. ഇത് അല്ലാഹു പറയുകയാണ്. നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് ഒരു വൃത്തികെട്ടവൻ, നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ വലിയ ചാനൽ പ്രവർത്തിക്കുന്ന, വലിയ ഒരു വാർത്താ ചാനൽ നിയന്ത്രിക്കുന്ന ഒരാളെ പോലെ അവന്റെ കുറെ പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കൊണ്ടിരുത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവനിങ്ങനെ മറുപടി പറയാ ഇസ്ലാമിനെ പറ്റി. യവൻ ആരടാ ഇസ്ലാമിനെ പറ്റി മറുപടി പറയാൻ? ഇവൻ ആരാണ്? ഇങ്ങനെ പറഞ്ഞിട്ട് അവനെതിരെ എന്തെങ്കിലും കേസെടുക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതോ ഒരു ഒളിത്താവളത്തിൽ പോയിരുന്ന് 35,000 40,000 മൊബൈൽ എടുത്തു വെച്ചിട്ട് ലൈവ് ഇട്ടുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആക്ഷേപിക്കുമ്പോൾ, നബിതങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ഖുർആനിനെ ആക്ഷേപിക്കുമ്പോൾ, വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇവിടുത്തെ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങൾ അത് വിശ്വസിക്കൂല. ഇവിടുത്തെ ക്രിസ്ത്യാനികളായ നല്ല സഹോദരങ്ങൾ വിശ്വസിക്കൂല. ഇവിടുത്തെ ഒരു മതവിശ്വാസികളും അത് ഉൾക്കൊള്ളൂല. മതമില്ലാത്ത, കൺവെർട്ട് ചെയ്യപ്പെട്ട, മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യപ്പെട്ട് ഒരു പ്രത്യേക മതവിഭാഗമായി, അങ്ങനെയാ ഒരു പ്രത്യേക മതവിഭാഗമായി രാജ്യത്തിന് തന്നെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകളല്ലാതെ ഇതൊന്നും വിശ്വസിക്കുമെന്ന് കരുതണ്ട. അവനെതിരെ ഒരു വാക്ക് നമ്മൾ പറയാതിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉറക്കം വരിക? എനിക്കുറക്കം വരില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്ന, അത് ഉദ്ധരിക്കാൻ, ഹിക്കായത്ത് ചെയ്യാൻ പോലും നമ്മുടെ നാവ് അശക്തമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കറിയില്ല. അവർക്ക് ഈ വാട്സപ്പും റേഷൻ കാർഡും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. അവരൊന്നും അറിയുന്നില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്നത് കഞ്ചാവടിക്കുന്നവനെന്ന് അള്ളാഹിനെ പറ്റി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെ കരണക്കുറ്റിക്കൊരണം പൊട്ടിക്കാൻ തോന്നൂല അടുത്ത് വന്നാൽ. ഇവൻ അടുത്ത് വരുവോ? ഒളിത്താവളത്തിരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് 35,000 രൂപയുടെ മൊബൈൽ. ഇവനൊക്കെ ആരോഗ്യമുണ്ട്, പണിയെടുത്ത് മക്കളെ തീറ്റിപ്പൊറ്റിക്കൂടെ? അല്ലാതെ ഇസ്ലാമിനെതിരെ. കാരണം ഇസ്ലാമിനെതിരെ ഇന്നിപ്പോ യൂട്യൂബ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടന്നിരിക്കുന്ന അസ്ഗർ അലിയാണ്. ഇതാണ് കഅബാലത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, കഅബ ഷരീഫിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ച്, ആളുകൾ വടിയും തടിയുമായിട്ട് ചെന്നോ പറഞ്ഞ് അടിക്കല്ലേ, ഞാൻ മൂത്രമൊഴിച്ച് എന്തിനാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിക്കും. എന്തിനാണ് അത് മൂത്രമൊഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നെങ്കിലും നന്മ ചെയ്യണം. അതെല്ലാം എന്നെ കൊണ്ട് പറ്റൂല നന്മ ചെയ്യാൻ. പിന്നെ ആകെ ഉള്ള ഏറ്റവും വലിയ കറാമ്പറപ്പ് ചെയ്യണം, അത് ഞാൻ ചെയ്തത്ര തന്നെ ലോകത്ത് അറിയപ്പെടാൻ.
ലോകത്ത് അറിയപ്പെടാനല്ലേ ആളുകളൊക്കെ ഇങ്ങനെ കിടന്നു മത്സരിക്കുന്നത്? നമുക്ക് എന്ത് നേട്ടം, നമുക്കെന്ത് കോട്ടം? പൂച്ചയെ പോലെയാ. എടാ, 100 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, UAE ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ക്ലോക്ക് ടവറിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ ഏറ്റവും വലിയ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കെടുത്തെറിഞ്ഞാൽ പോലും പൂച്ച വീഴുന്നത് 4 കാലില. തല കീപ്പോട്ടാക്കി എറിഞ്ഞു നോക്കിയാലും 4 കാലിലെ പൂച്ച വീഴൂ. നമ്മൾ അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ. നമുക്ക് പ്രളയം വന്നാലും ഒന്നുമില്ല, കൊടുങ്കാറ്റ് വന്നാലും ഒന്നുമില്ല, നിപ്പ വന്നാലും ഒന്നുമില്ല, വൈറസ് വന്നാലും ഒന്നുമില്ല, വൈറലായാലും ഒന്നുമില്ല, വയറ്റിലായാലും ഒന്നുമില്ല. നമുക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? സന്തോഷം വന്ന അൽഹംദുലില്ലാ, ദുഃഖം വന്ന അൽഹംദുലില്ലാ. ഇതാണ് മുസ്ലിം. ഇനി അങ്ങ് കോവിഡ് ഒന്ന് മരിച്ചുപോയി, എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാ, ഷഹീദിന്റെ കൂലി. കോവിഡ് വന്നിട്ട് മരിച്ചില്ല, നിന്റെ പാപം മൊത്തം പുറത്ത്. കോവിഡ് വന്നില്ല, അൽഹംദുലില്ലാ, ആരോഗ്യം കിട്ടിയല്ലോ, അന്തേരം നിസ്കരിക്കാൻ പറ്റിയല്ലോ. എന്താ നമ്മുടെ കുഴപ്പം? പറയും. നമുക്ക് എന്താ പ്രശ്നമുള്ളത്? കടം വന്നു. കടം വന്ന എന്താ? മാനസികമായി നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അല്ലാഹുവോടെ പാവം പുറത്ത്. നമുക്ക് കടം വന്നില്ല, അൽഹംദുലില്ലാ, മക്കൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്ത്. നമുക്ക് എന്ത് പ്രശ്നം? ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, ഇന്നസാബത്തുഹു ഖൈറുൻ ഇന്നസാബത്തുഹു ശർറുൻ. അവന് ഖൈർ വന്നാലും അവന് ശർറ് വന്നാലും, സന്തോഷം വന്നാൽ അവൻ നന്ദി രേഖപ്പെടുത്തും, ദുഃഖം വന്നാൽ, പരീക്ഷണം വന്നാൽ അവൻ ക്ഷമിക്കും. ഇതാണ് വിശ്വാസി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാമെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യണം. തൊപ്പി വെക്ക്. ചില ആളുകൾ പറയും, തൊപ്പി വെച്ചുകൊണ്ട് അവിടെ കയറരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒപ്പിട്ട് കിട്ടൂല. വേണ്ടടോ, ആ ഒപ്പെനിക്ക് വേണ്ട, ആ സൈൻ എനിക്ക് വേണ്ട. അതുവഴി എനിക്ക് എന്താണോ നഷ്ടപ്പെടുന്നത്? ഈ ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലും, ആകാശം നഷ്ടപ്പെട്ടാലും, ഭൂമി നഷ്ടപ്പെട്ടാലും, ഒരു തുള്ളി വെള്ളം എനിക്ക് കുടിക്കാൻ കിട്ടാതെ ഞാൻ വിഷം ദാഹിച്ചും മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന തൊപ്പി ഞാൻ എടുത്തിട്ട് എനിക്കൊന്നും നേടണ്ട. പറയാൻ എത്ര മുസ്ലിമീങ്ങൾക്ക് കഴിയും? നിങ്ങളെ പേരൊന്ന് മാറ്റിവെച്ചിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ ദാടി ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോ. എന്തിനാണ്? അതാണ് അള്ളാഹു റസൂല് പറഞ്ഞത്, എന്റെ സുന്നത്തിനെ നിസാരമാക്കി കൂടുന്ന ഒരു കാലത്ത് എന്റെ സുന്നത്തിനെ ആരാണ് മുറുകെ പിടിക്കുന്നത് അവന് 100 രക്തസാക്ഷികളുടെ കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 രക്തസാക്ഷികളുടെ കൂലി. എന്തേ? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഒന്ന് ചിന്തിക്ക്. ഹദീസാണ്. അന്ന് സഹാബത്തിനെ ശൈത്താനെ പിടിപെടാൻ പറ്റൂല. ശൈത്താന് സഹാബാക്കളെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? فإنا فقيها واحدا متبرعا أشد على الشيطان من ألف عابد فإنا فقيها واحدا متبرعا أشد على الشيطان من ألف عابد. ഒരു നല്ല വറഉള്ള ഒരു പണ്ഡിതൻ 1000 ആബിദിനേക്കാൾ ശൈത്താന്റെ മുന്നിൽ ശക്തനാണ്. 1000 ആബിദീങ്ങൾ, ഭയങ്കര ഇബാദത്തുള്ള 1000 ആബിദീങ്ങൾ നിൽക്കുന്ന ഒരു സൂക്ഷ്മതയുള്ള പണ്ഡിതന് നിൽക്കുന്നു. ശൈത്താൻ ആരടുത്ത് വരും? പണ്ഡിതന്റെ അടുത്ത് വരൂല, ഒരാളെ ഉള്ളൂ. എന്നാലും പേടിയാണ് അവന്. അവൻ 1000 ആബിദീങ്ങളുടെ അടുത്ത് പോയിട്ട് അവരെ പിഴപ്പിക്കും. ഒരു ആലിമീൻ്റെ അടുത്ത് വരൂല. അപ്പൊ ആലിമീങ്ങളൊക്കെ ഇടയ്ക്ക് പിഴയ്ക്കുന്നതും അവർ ആലിമീങ്ങളല്ല, ഈ വേഷം കെട്ടി പറ്റിക്കുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് സഹാബാക്കൾക്ക് ശൈത്താനെ പേടിക്കണ്ട. പിന്നെ അവര് ഭയന്നത് ആരെയാണ്? അവരുടെ ഹൃദയത്തിൽ ലോകമാന്യതയുമില്ല, ആരും അറിയാതെ അവർ ഈ ഭാഗത്തൊക്കെ ചെയ്യുക. പിന്നെ അവർക്ക് ശത്രു എന്ന് പറയാൻ മക്കയിൽ വെച്ച് കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. മദീന ചെന്നപ്പോൾ അവിടെയും താമസിക്കാൻ കഴിയാതെ കുറെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പോകേണ്ടി വന്നാൽ ഒന്നൊക്കെ ഉള്ളൂ അവരുടെ ശത്രു. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സുന്നത്ത് ചെയ്യണമെങ്കിൽ ഒരു ശത്രുവിനെ പേടിച്ചാൽ മതി. അതുകൊണ്ട് പേരിന്. പക്ഷെ നമ്മൾ ഇന്നൊരു സുന്നത്തെടുക്കണമെങ്കിൽ 100 ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ടേ ഒരു സുന്നത്തെടുക്കാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒരു സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ എത്ര ഷഹീദിന്റെ കൂലി? 100 ഷഹീദിന്റെ കൂലി. അഥവാ 100 പേരുടെ ക്രൂരമായ വേട്ടയാടലുകളുടെ നടുവിൽ മാത്രമേ നമുക്കൊരു സുന്നത്തെടുക്കാൻ പറ്റൂ.
വേണ്ടേ ഷഹീദിന്റെ കൂലി? മുസ്ലിമായിട്ട് ജീവിക്ക്, മുസ്ലിമായിട്ട് തന്നെ മരിക്ക്, അതിൽ അന്തസ്സുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തിലെ വേദന വന്ന, അങ്ങയുടെ മനസ്സെങ്ങാനം വേദനിച്ചു പോയാ, ഓ മുസ്ലിമേ, നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോ, നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുമ്പോ, നിങ്ങളുടെ മനസ്സിനകത്ത് നീറ്റൽ അനുഭവപ്പെടുമ്പോ അള്ളാഹു പറയുകയാണ്, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താ മതി. ആയത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ പറയുന്നത്. മനസ്സ് വേദനിക്കുന്നവർക്ക് അള്ളാഹു തആല ചെയ്യാൻ പറഞ്ഞ മരുന്ന് 3 കാര്യങ്ങളാ. അത് പറയുമ്പോൾ 1 മണിക്കൂറാവും നമുക്ക് പിരിയാ. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ചെയ്താ മതി. നെതർലാൻഡിൽ ഇരിക്കുന്നവന് പറഞ്ഞാലും, ഇവിടെ കിടക്കുന്നവന് പറഞ്ഞാലും, പറമ്പി പീടികയിലുള്ളവന് പറഞ്ഞാലും, എവിടെയൊക്കെ ഉള്ളവന് എന്തൊക്കെ കുറച്ചാലും, അള്ളാന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ഈ പരിശുദ്ധമായ ദീന സധൈര്യം സുഭദ്രമായി സുസജ്ജമായി സുശക്തമായി പറയുമ്പോ നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും വേദന വരുന്നെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹാരമാ. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിന് പരിഹാരം കാണാൻ പറ്റൂ. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമാ. സൂറത്തുൽ ഹിജ്റിന്റെ അവസാന ഭാഗമാ. എന്താ 3 കാര്യങ്ങൾ എന്നറിയോ? ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു ഒന്നാമതായി പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. 2 വകും മിനസ് സാജിദീൻ. 3 വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്രേ സഹോദരങ്ങളെ. NRC വരാൻ പോകുന്നത്രേ. എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ മുസ്ലിം ഉമ്മത്തെ നമ്മുടെ മുന്നിൽ 3 പരിഹാരമേ ഉള്ളൂ. 3 പരിഹാരമേ ഉള്ളൂ. അതാണ് അല്ലാഹു പറഞ്ഞത്. 1 ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, 2 വകും മിനസ് സാജിദീൻ, 3 വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഇത് 3 കേട്ടിട്ടേ പോവാവൂ. ആദ്യത്തെ 2 കേട്ടിട്ട് പോയാൽ ചിലർ പറയും അത് പറ്റൂല. എന്നാൽ ആദ്യത്തെ 2 കേൾക്കാതെ അവസാനത്തെ കേട്ടപ്പോൾ ഇയാൾ ഏതോ തീവ്രവാദിയാണെന്ന് പറയും. അതുകൊണ്ട് 3 കേൾക്കാതെ പോയാൽ ഉത്തരവാദി ഞാനല്ല. ലൈവാണ്, 2 ചാനലിൽ ലൈവാണ്. നാളെ എടുത്ത് ഞാൻ കാണിക്കും. അതുകൊണ്ട് 3 കാര്യങ്ങൾ പറയുന്നവരെ നിങ്ങൾ ഇരിക്കും. പെട്ടെന്ന് തീർത്തേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്ത് വിഷമം വന്നാലും ആരെന്തോ പറഞ്ഞോട്ടെ, 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യോ? ഈ 3 കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. നമ്മൾ ഇങ്ങനെ ഇപ്പം ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ലൈവ് കാണുന്നവർ പറയും, ഇയാളെ ഉദാഹരണം കേട്ട് ഞങ്ങൾ ഒരുപാട് ഈ ഏതെങ്കിലുമൊക്കെ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇവിടെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാൻ, സഹോദരങ്ങളെ, ഒരു വിഷയം വരുമ്പോൾ, ഇന്ത്യക്കെതിരെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ട ഇന്ത്യക്കാർ. അതിന് പാകിസ്ഥാനിയല്ല, സൗദി അറേബ്യ അല്ല, UAE അല്ല, ഇനി ഏത് രാഷ്ട്രം ഇന്ത്യ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടാണ്. നമ്മുടെ സ്വത്വബോധത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീനിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? സംഘടന നോക്കരുത്. ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഒരു കഥയാണ്. മുമ്പൊരിക്കൽ ഈ എലി ശല്യം കാരണം എലി വല്ലാതെ ശല്യം ചെയ്തപ്പോ വീട്ടുടമ എലിപ്പെട്ടി വാങ്ങി വന്നു. എലിപ്പെട്ടി വാങ്ങി വന്നിട്ട് അതിനെ കളിപ്പിച്ച് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ആ സമയത്ത് എലിപ്പെട്ടിയുമായി വരുന്ന വീട്ടുടമയെ കണ്ടപ്പോൾ എലി ഓടി വന്ന് ഇനി താൻ പിടിക്കപ്പെടും, രക്ഷയില്ല. അങ്ങനെ എലി എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഴഞ്ഞു പോകുന്ന ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനോട് ബുഖാരിലുണ്ടെന്നൊന്നും ചോദിക്കരുത്. പാമ്പിനെ കണ്ടു. ഈ പാമ്പിനോട് ചെന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം. പാമ്പ് ചിരിച്ചിട്ട് പറഞ്ഞു,
നിനക്ക് എന്തെങ്കിലും വന്നെങ്കിൽ നീ അങ്ങ് നോക്കിക്കൊണ്ടാൽ മതി, എനിക്കതൊരു പ്രശ്നമല്ല. എലിപ്പെട്ടി എനിക്ക് എന്ത് പ്രശ്നം, എലിപ്പെട്ടിയെ പേടിക്കേണ്ട നീയാണ്, അതുകൊണ്ട് നീ നോക്കിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞ് പാമ്പ് ഇഴഞ്ഞു പോയി. വളരെ സങ്കടം തോന്നി എലിക്ക്. എലി വീണ്ടും നടന്ന് പതുക്കെ പതുക്കെ നടന്നു വരുമ്പോൾ വീടിന്റെ കോലായിൽ ആടിനെ കെട്ടിയിരിക്കുകയാണ്. ആട് ശാന്തനായ ജീവിയാണ്, ശാന്തതയുള്ള സ്വഭാവമുള്ള ജീവിയാണ്. ആടിനോട് വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എലിപ്പെട്ടി പിടിച്ചു വെച്ചിരിക്കാൻ, കളിപ്പിച്ചു കൊണ്ടുവന്നിരിക്കാൻ. ആട് പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയില്ല, എന്നെക്കൊണ്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആട് സമാധാന ജീവിയാണ്, പറഞ്ഞു വിട്ടു. വളരെ സങ്കടത്തോടുകൂടി വരുമ്പോ വീടിന്റെ പറമ്പിന്റെ ഒരു ഭാഗത്ത് പോത്തിനെ കെട്ടിയിരിക്കുകയാണ്. പോത്തിനടുത്ത് എന്നിട്ട് പറഞ്ഞു, രക്ഷപ്പെടുത്തണം, ആകെ പ്രശ്നമാണ്. പോത്ത് പറഞ്ഞ് എന്റെ വാല് പോലും കയറൂല അതിനകത്ത്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം, നീ നിന്റെ ജോലിയൊക്കെ പോടാന്ന് പറഞ്ഞു. സങ്കടത്തോടുകൂടി എലി നേരെ ചെന്നിട്ട്, എന്താ മുകളിൽ പറയുന്ന മച്ചിമ്പുറം അല്ലേ, തട്ടിമ്പുറം, അതിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. മുറ്റത്ത് കിടക്കുന്ന എല്ലാം കാണാം. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. കരണ്ട് പോയി. എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചു, പക്ഷെ പാമ്പ് ഇഴഞ്ഞ് ഇതിനകത്ത് നിന്ന് കയറി കൊടുത്തു. ഒരു ശബ്ദം കേട്ട് വീട്ടുടമ ഓടി വന്ന്, കരണ്ടില്ലല്ലോ, എലി വീണു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂട്ടിൽ കൈയിട്ട് കൊടുത്തപ്പോ പാമ്പ് കൊത്തി. പെട്ടെന്ന് നിലവിളിച്ചു, കരണ്ട് വന്നു, മഴ തോർന്നു. ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടി, ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും കൂടി ഇയാളെ നേരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ബാക്കിയുള്ള ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്നു. ആദ്യം പാമ്പ് ചത്തു. ഇയാൾ ആശുപത്രി കൊണ്ടുപോയി. അവിടത്തെ വൈദ്യൻ പറഞ്ഞു, ഇതിന് നല്ല വിഷം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ, അജമാംസ രസായനം കൊടുക്കണം, ആട്ടിൻ സൂപ്പ് കൊടുക്കണം, എങ്കിലേ ഇതിന്റെ വിഷം ഇറങ്ങും. അങ്ങനെ വീട്ടിൽ തന്നെ ആടുണ്ടല്ലോ, നീയിപ്പോൾ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് കണ്ടിക്കാൻ മോദിനെ ഏർപ്പാടാക്കി. അതിനെ കശാപ്പ് ചെയ്തു. രണ്ടാമത് ആടും തീർന്നു. ആടിന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും കാക്ക മറുകയാ, കാക്കായി മരിച്ചു. അപ്പൊ ബന്ധുക്കളൊക്കെ വളരെ സങ്കടമായി, എല്ലാവരും കൂട്ടം കൂടിയൊക്കെ നിന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും 3-ാം പാത്തി കഴിഞ്ഞ് പോവാം, മരിച്ച് ഇനി 3-ാം പാത്തിയെ കഴിഞ്ഞ് പോകാം. അപ്പൊ എന്തായിരുന്നാലും നാട്ടുകാരൊക്കെ വിളിക്കണമല്ലോ, ബിരിയാണിയൊക്കെ വെക്കണം. അപ്പൊ അതിന് പറമ്പിരിക്കുന്ന പോത്തിനെയും കണ്ടിക്കാം. അങ്ങനെ പോത്തിനെയും വെച്ച് കിടത്തി. ഈ പോത്ത് ചത്തതും മരിച്ചതും, കാക്ക മരിച്ചതും, ആടിനെ അറുത്തതും, പാമ്പിനെ തല്ലിക്കൊന്നതും മച്ചിമ്പുറത്തിരുന്ന് എലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിപ്പോ ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. അവനല്ലേ, ഇവനല്ലേ, മറ്റോനല്ലേ, മറിച്ചോനല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന്റെയും ഇവന്റെയും, ചില ആളുകളൊക്കെ അച്ചാരം വാങ്ങിയിട്ട് തിരിച്ച് പറയുന്നുണ്ട്. അത് വേറെ, അത് നമ്മുടെ വിഷയമില്ല, നമ്മളെ വിഷയമല്ലത്. അവര് നമ്മുടെ വിഷയമേ അല്ല. അവര് ഒറ്റുകാരാണ്, അവര് സമുദായത്തിന്റെ ഒറ്റുകാരാണ്. അവരെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഉസ്താൻ ആളിനെ മനസ്സിലായല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അത് പോട്ടെ, അവര് നമ്മളെ ശൈഉം മദ്കൂറല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പാരോടാണ് മരണപ്പെട്ടു പോയ ഔലിയാക്കളോടാ. അവർക്ക് ഏറ്റവും വലിയ വെറുപ്പാരോടാണ് പണ്ഡിത സുഹൃത്തുക്കളോടാ. അവർക്ക് ഏറ്റവും വലിയ വെറുപ്പാരാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനോടാ. അങ്ങനെയുള്ളവരോട് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. അത് നമുക്ക് വിഷയമേ അല്ലാതെ അവിടെ കിടക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, സഹോദരങ്ങളെ ചിന്തിക്ക്. സമുദായത്തെ ഒറ്റുകൊടുക്കാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ, അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഒരുമിച്ച് നിൽക്കൊരു വിഷയം വരുമ്പോ അങ്ങനെ ഒരുമിച്ച് നിന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതാ പറയ്? ഒറ്റ കാര്യത്തിലേ നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. NRCയുടെ വിഷയം വന്നപ്പോ ഒറ്റക്കെട്ടായി. കാരണം എന്താ? കൂടും കൂടുക്കൊക്കെ പോകുമെന്ന് പേടിച്ചപ്പോ ഒരുമിച്ച്. എല്ലാം കൂടെ പോകൂലേ? വീടും പോയി, പറമ്പും പോയി, വണ്ടിയും പോയി. അന്നൊക്കെ ഈ പല ആളുകളും വീട്ടിന്റെ മുമ്പത്തും അങ്ങനെയൊക്കെ നോക്കും. വണ്ടി, വീട്, ഇതൊക്കെ നമുക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പോഴും രാക്കിനാവ് കണ്ട് കിടക്കുന്ന അങ്ങനെയുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അതൊന്നും ഇവിടെ വേവൂല, അതൊന്നും ഇവിടെ നടക്കൂല. ഇത് പരിശുദ്ധമായ ഇന്ത്യ. വെള്ളക്കാരനെ ആട്ടി ഓടിക്കാൻ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും തോളോട് തോളൊരുമി ഒറ്റക്കെട്ടായി നിന്ന് ഇവിടത്തെ വെള്ളക്കാരനെ ആട്ടി ഓടിച്ചതുപോലെ കൊള്ളക്കാരനെ ആട്ടി ഓടിക്കുന്ന
എന്നതിൽ ഒരിക്കലും ഹിന്ദു പിന്നോട്ടില്ല, ഒരു മുസ്ലിം പിന്നോട്ടില്ല, ഒരു ക്രിസ്ത്യാനി പിന്നോട്ടില്ല. കൊള്ളക്കാരന്മാരെ ഇവിടെ നടിച്ചോടിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തിനെ ഒന്ന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ കഴുകണം. പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മോനും കുരിശുമാലയാണ് ഞാൻ മദറിന്റെ മകനും, എല്ലാ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ കടന്നോട്ടെ, നമുക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. മതം ഇല്ലാത്ത എത്ര ആളുകളുണ്ട്, അവർക്കൊക്കെ ഇവിടെ സന്തോഷമായി കഴിയണം. പക്ഷേ മതത്തിന്റെ പേരിൽ പള്ളിയുടെ ഇപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ ഇതാണ്, പള്ളിയിലെ നിലവിളക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് വേറെ എന്തോന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും. നിലവിളക്കുകൾ ഉണ്ടല്ലോ പള്ളിയിൽ, പൊന്നാനി പള്ളിയിലുണ്ട്, പല മക്കാമുകളിലും ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി മിനിറ്റ്സിലൊക്കെ എഴുതി വെച്ചേക്കണം, ഇത് മുസ്ലിമിന്റെ പള്ളിയാണ്, ഇത് മുസ്ലിമായ ഇന്ന വലിയന്റെ മക്കാമിലേക്ക് നേർച്ചയാക്കി കിട്ടിയ പിന്നെ നിലവിളക്കാണ്. ഇതൊക്കെ എഴുതി പിടിപ്പിച്ചോളി, കൃത്യമായിട്ട് എഴുതി വെച്ചോളി, ഇല്ലെങ്കിൽ നാളെ പറയും ഇതൊക്കെ വേറെ ആണെന്ന് പറയും. അതാണ് എന്ത് കണ്ടാലും. ഇപ്പൊ ഇന്നിപ്പോ ഞാനത് പറയുന്നില്ല, പറഞ്ഞാൽ അതിന് പിന്നെ നാളെ പ്രശ്നങ്ങളായി അങ്ങനെ പോകും. വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യം സന്തോഷമായി പറയും. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾക്ക് സന്തോഷമാണ് നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്നത്, അല്ലേ? അടുത്തൊരു ഹിന്ദുവാൻ, നമ്മൾ പറയില്ലേ നല്ല ഹിന്ദുവാൻ എന്ന് പറഞ്ഞാൽ അവൻ ആരും ഉപദ്രവിക്കൂല. അവന് ഇവിടുത്തെ ബാങ്ക് വിളിയുടെ വിഷയത്തിൽ നിങ്ങൾ നോക്ക്, കർണാടകയിൽ മിനിങ്ങാന്ന് അടുത്ത ആഴ്ചത്തെ 3-4 പരിപാടിയാണ് കർണാടകയിൽ ക്യാൻസലായത് മഴ കാരണം. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഞായറാഴ്ചയും ഞാൻ കർണാടകയിലായിരുന്നു. ഞാൻ പറഞ്ഞത് കർണാടകയില് ബാങ്ക് വിളി, ഇവിടുത്തെ ബാങ്ക് വിളിക്കെതിരെ ആദ്യമായിട്ട് ബാങ്ക് വിളി നിർത്തരുതെന്ന് പറഞ്ഞു വന്ന് രംഗത്ത് വന്ന ഹിന്ദുക്കളാണ്. നമുക്ക് കൃത്യമായി സമയം അറിയാം. ലുഹറിന്റെ ഇന്ന സമയം 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇഖാമത്ത്, മഗ്രിബിന് ഇന്ന സമയം 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇഖാമത്ത്, സുബഹിക്ക് ഇന്ന സമയം അരമണിക്കൂർ കഴിഞ്ഞാൽ ഇഖാമത്ത്, ഇശാക്കാണെങ്കിൽ ഇന്ന സമയം ബാങ്ക്, ഹദ്ദാദിനോട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇഖാമത്ത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, സമയം അറിയാം. പക്ഷെ ഇതൊന്നും നിസ്കാരത്തിന്റെ സമയമൊന്നും അറിയാത്തത് കൊണ്ട് ബാങ്ക് ഇവിടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആരാന്നറിയോ? ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്. എന്തുകൊണ്ടെന്നറിയോ? അവർ പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഈ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു ഇത് ബാങ്ക് നായയുടെ കുരയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 40 വേദികളിൽ ബാങ്ക് വിളി നാടിന് ഐശ്വര്യം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ സജീവമല്ല. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, അന്ന് ഒരു ഹിന്ദു കുടുംബം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ഞങ്ങൾ നേരം വെളുത്ത് എഴുന്നേറ്റുകൊണ്ട് ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന പള്ളിയിലെ രാവിലത്തെ ബാങ്ക് കേട്ടിട്ടാണ്. അതേത് ബാങ്കാ? സുബഹി. ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോ ഉച്ചയ്ക്ക് ഊണിന് സമയമായി എന്ന് ഞങ്ങൾ അറിയുന്നത് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോഴാ. ഏത്? ലുഹർ. ജോലി മതിയാക്കാൻ സമയമായി, കൂടണയാ സമയമായി എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാ. ഏത്? അസർ. സന്ധ്യാദീപം കൊളുത്താറായി, മക്കളെയൊക്കെ അകത്ത് കയറ്റി കിട്ടും. പിന്നെ അവരെ കൊണ്ട് പിന്നെ ചൊല്ലിപ്പിക്കേണ്ട മന്ത്രങ്ങൾ ഇതൊക്കെ ചൊല്ലിപ്പിക്കാൻ സമയമായി എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോഴാ. മഗ്രിബ് എല്ലാം അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ സമയമായി എന്ന് ഞങ്ങൾ അറിയുന്നതും പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാ. ഇശാ. എത്ര സന്തോഷമാണ്! ഇവിടെ ആർക്കും പരാതിയില്ല, ഇവിടെ പരിഭവങ്ങളില്ല. ഞാൻ തുറന്നു പറയാൻ, മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന് പറയുന്ന നിലമ്പൂരിന് എന്റെ ഫേസ്ബുക്ക് കാണുന്ന എല്ലാവർക്കും അറിയാം, എന്റെ പേജ് കാണുന്ന പല സഹോദരങ്ങളുമുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ. സഹോദരങ്ങളെ, അവർക്കറിയാം ഞാൻ എന്നാണ് കാളികാവിനടുത്തുള്ള ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് എന്ന്. കാളികാവിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഞാൻ പ്രസംഗിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച, ഞായറാഴ്ച കർണാടക കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കാളികാവിലാണ്. സഹോദരങ്ങളെ, അവിടെ പ്രസംഗിക്കുമ്പോ അഭിമാനം തോന്നി. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവിടെ 4 ആളുകൾക്ക് മെമന്റോ കൊടുത്തു. ആർക്കെന്നറിയോ? സംഘാടക സമിതിയിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട അയ്യപ്പൻ എന്ന പേരുള്ള ആളടക്കമുള്ള 4 പേരെ സദസ്സിൽ വിളിച്ചിട്ട് മുഈൻ അലി ശിഹാബ് തങ്ങൾ അവർക്ക് മൊമെന്റോ കൊടുക്കാൻ. അവര് ഫ്ലക്സ് വെക്കാൻ പോയി, കസേര പറക്കാൻ പോയി. മഴ പെയ്തപ്പോ കസേര തുടച്ചിട്ടു. മഴ പെയ്തപ്പോ അവര് സ്റ്റേജ് കെട്ടാൻ നിന്നു. അവര് വോളണ്ടിയർമാരായിട്ട് വണ്ടി നിയന്ത്രിച്ചു. എന്തിന്? നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, സക്കാത്ത് കൊടുക്കണേ, ഹജ്ജ് ചെയ്യണേ എന്ന് പ്രസംഗിക്കുന്ന മതപ്രസംഗത്തിന്റെ വേദിക്ക് വേണ്ടിയിട്ട് സംഘാടകരാണ്. അതിന്റെ പിറ്റേന്ന് ബുധനാഴ്ച, ഇന്ന് വേഴം, ഇന്നലെ ഞാൻ കല്ലറ, മിനിങ്ങാന്ന് ചൊവ്വാഴ്ച പ്രസംഗിച്ചത് പാലക്കാട് ജില്ലയിലെ നെന്മാറക്കടുത്തുള്ള മുതലമട എന്ന് പറയുന്ന നെണ്ടൻകിഴ എന്ന സ്ഥലത്താണ്. അവിടെ 7 പെൺകുട്ടികളുടെ നിക്കാഹായിരുന്നു ഇന്നലെ പകല്.
മെനിങ്ങാന്ന ഞാൻ പ്രസംഗിച്ചത്. സഹോദരങ്ങളെ, 6 മുസ്ലിം പെൺകുട്ടികളും ഒരു ഹിന്ദു പെൺകുട്ടിയും. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾക്കറിയാലോ, മക്കാമിൽ എല്ലാവരും വരൂലേ? ഇവിടെ ആർക്കാ പരസ്പരം? ആർക്കുമില്ല. ഇതിങ്ങനെ കാടടച്ച് വെടിവെക്കുകയാണ്. എന്നിട്ട് ആരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മളെ തമ്മി തല്ലിക്കുക. ഇപ്പോഴും ഒരാളെ കണ്ടാൽ നമുക്ക് സംശയം പിന്നെ കാണുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിക്കുകയാണ്. ഇതൊക്കെ മാറണം.